GCDയെ 2.5 വർഷം മുൻപ് നൽകിയ വീട് ചോർന്നൊലിക്കുന്നുവെന്നാരോപിച്ച് മുണ്ടമ്പേലി നിവാസികൾ GCDയ്ക്ക് മുന്നിൽ സമരത്തിൽ. പ്രതിഷേധക്കാർ വീടുകൾ പൂട്ടി താക്കോലുകൾ ഒരുമിച്ച് GCDയ്ക്ക് മുന്നിൽ കൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിൽ നിന്നും രാജിവെച്ച് ഈ അഴിമതി ലൈഫിന്റെ അഴിമതി നേരിടണം. ലൈഫിന്റെ അഴിമതി ഉദ്യോഗ തലത്തിൽ നിന്ന് ആദ്യം ആരംഭിക്കുകയും ഉദ്യോഗസ്ഥരുടെ ഇവിടെ നിന്ന് ലീവ് എടുത്തു പോയിരിക്കുന്നതും VRS എടുത്തു പോയിരിക്കുന്നതും ഇതിനു മുമ്പ് റിട്ടയർമെന്റ് എടുത്തു പോയിരിക്കുന്നതുമായ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുകയും വേണം. അവരെ ശിക്ഷിക്കപ്പെടും, തുറങ്കിലടക്കുകയും വേണം. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന് ഫലം അവർ ഞങ്ങൾക്ക് അതിൽ കാണണം. ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണം, ജീവിക്കണം ഇന്ന് രാത്രി. അതിനുള്ള ഒരു മാർഗം ദയവായി ബഹുമാനപ്പെട്ട MLA കണ്ടു. എല്ലാ സ്വപ്നങ്ങളെയും കെടുത്തുന്ന ഒരു തകരപാത്രമായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു മഴ പെയ്താൽ ഒരു മേളിലെ ഒരു ബാത്റൂമിൽ ഒരു ടാപ്പ് ഓൺ ചെയ്താൽ ആ വെള്ളം മുഴുവൻ താഴേക്ക് വരും. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടുണ്ടാകില്ല. എത്രയധികം ഭീകരമായ അഴിമതിയാണ് അവിടെ ഉണ്ടായത്. മനസാക്ഷിയുള്ള ഒരാളെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരിക്കലും. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങൾ. അനൂപ്, എത്ര വീടുകളാണ് ഇങ്ങനെ GCD നിർമ്മിച്ചു നൽകിയിരുന്നത്? അത് എന്താണ് അതിന്റെ അവസ്ഥ? എങ്ങനെയാണ് പ്രതിഷേധം? ദിവിഷ് 2018 നിർമ്മാണം ആരംഭിച്ച് 2024 അവസാനം നിർമ്മാണം പൂർത്തിയാക്കി 86 കുടുംബങ്ങൾക്കാണ് P&D ഫ്ലാറ്റുകൾ നൽകിയത്. ഇവിടെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും കൊച്ചിൻ കോർപ്പറേഷനും ചേർന്നായിരുന്നു നിർമ്മാണം. ഈ നിർമ്മിച്ച് വീടുകൾ കൈമാറിയ ഉടനെ തന്നെ വീടുകൾ ചോർന്നു തുടങ്ങിയെന്നാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറഞ്ഞത്. പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, ഞങ്ങൾക്കൊരു പരിഹാരം വേണമെന്നാണ് ഈ ആളുകൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇവരോട് സംസാരിക്കാം. അമ്മേ, പേരെന്താ? എന്റെ പേരും മേരി. എവിടെയാണോ താമസിക്കുന്നത്? വലിയ പ്രയാസമാണോ? വലിയ പ്രയാസം. കഞ്ഞി വെക്കണ്ട, കഞ്ഞി വെച്ച കറി വെക്കരുത്. കറി വെച്ച കറിക്കകത്ത് ബാത്റൂം വെള്ളം വീഴും മുകളിലത്തെ. അപ്പൊ അതുകൊണ്ട് കറി വെക്കണ്ട. അഥവാ പറ്റിച്ച് വെച്ചാൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തെ അത് സാമ്പാറ് പരുവത്തിലായി കിട്ടും. അവസ്ഥ അതാണ്. ഇനി ഒരു സൈഡ് നോക്കുമ്പോ തുരുമ്പ്. ബാത്റൂമിൽ പോണെങ്കിൽ കൊടയും ചൂടിക്കൊണ്ടായിരിക്കണം മുകളിലത്തെ ബാത്റൂമിൽ. ഇതാണ് ഈ ആളുകൾ നേരിടുന്ന പ്രശ്നം. സർക്കാർ വീട് കൊടുത്തു, ശരി തന്നെ, പക്ഷേ താമസിക്കാനുള്ള സാഹചര്യമില്ല എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ആളുകളൊക്കെ വീട് പൂട്ടി താക്കോലുമായി ഇവിടെ സമരത്തിന് വന്നതാണ്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഞങ്ങൾക്ക് പുതിയ താമസ സ്ഥലത്തേക്ക് മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഇവിടെ MLA മുഹമ്മദ് ഷിയാസ് എത്തിയിട്ടുണ്ട്. ഷിയാസ് ഈ സമരക്കാരുമായി സംസാരിക്കുന്നു. സമരക്കാരും ഷിയാസും ഒരുമിച്ചുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാം. ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമല്ല, ഞങ്ങൾ തിരിച്ചു പോയില്ലെന്നവർ പറയുന്നു. എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുക? അല്ല, ഇപ്പൊ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല ഈ വിഷയം. ഞങ്ങൾ കഴിഞ്ഞ 2.25 വർഷം ഇവിടെ താമസം തുടങ്ങിയിട്ട് 2.25 വർഷമായി. 2.25 വർഷക്കാലത്തിനിടയ്ക്ക് അവിടെ താമസിക്കുന്നവരും ഞങ്ങൾ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും സാമൂഹ്യ പ്രവർത്തകരും പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങളും ഈ വിഷയം മുഴുവൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ്. ഒരു പൈസ പോലും മുടക്കാതെ പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ സർക്കാർ പുതിയ സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയാലും അതിൻ്റെ പണം മുഴുവൻ ഈ പാവങ്ങൾ കൈ നിർത്തി ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ദിവസവേതനക്കാരായി സാധാരണക്കാരായി ജീവിക്കുന്ന ആളുകൾ അവിടുന്ന് പണം ഒന്നുമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്താണ്. ഇപ്പോൾ പുതിയ സർക്കാർ നിലവിൽ വന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇവർ ഉയർത്തിയ ഇന്നത്തെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഈ നടന്ന നിർമ്മാണ പ്രവർത്തനത്തിൽ ഏകദേശം 18 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിന് നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പൈസ അവിടെ ചെലവഴിച്ചിട്ടില്ല. ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ഒരു വിജിലൻസ് എൻക്വയറി വേണം. എന്തായാലും വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സംവിധാനം പോയതാണ്. നമ്മുടെ പല എപ്പോഴും ഈ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്നത് വീടായാലും ബസ് സ്റ്റാൻഡായാലും എല്ലാം വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഈ കൈയിട്ട് വാരാൻ ആളുകളിങ്ങനെ ഇഷ്ടംമാതിരി പേര് കിടക്കുകയാണ്. അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്ന പാവം ജനങ്ങളാണ്.